ഹാഫിളത്തായി എന്ന് പറഞ്ഞാൽ, ഒരാൾ ഹാഫിളായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തു അവർ ചുമന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലാവാനുണ്ടോ? അല്ലാഹു നാസർ സാഹിബിന്റെ, ഹസൻ സാഹിബിന്റെ ആ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മകളെ ഹാഫിളത്തു മാത്രമല്ല അല്ലാഹു നാളെ ആലിമത്തുമാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിന്റെ പൊന്നുമോള് അല്ലാഹുവിന്റെ കലാം മുഴുവനെ കാണാതെ പഠിച്ചെന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതുപോലെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിന്റെ മകളെ നീ ഹാഫിളത്താക്കിയല്ലോ എന്ന് പറഞ്ഞ് ഹാഫിളത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തലയിൽ വെച്ച് കൊടുക്കുന്ന കനക കിരീടം വാങ്ങിക്കാൻ അല്ലാഹുവേ നീ ഇവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മാതാപിതാക്കളെ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള മാതാപിതാക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ ആ മോളെ കൊണ്ട് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹസൻ സാഹിബ് അതിന് തുടക്കം കുറിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ആരാണ് രണ്ടാമത്? അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മരിച്ചതിന് ശേഷം മയ്യത്തിന് അടുത്തിരുന്ന് ഓതാൻ ഒരു പാരായണം ചെയ്യുന്ന കേവലം ഒരു ഖുർആനിനെ ഉണ്ടാക്കി എന്നല്ല. ആളുകൾ ധരിച്ചത് അങ്ങനെയാണ്. അല്ല അല്ല, ഈ പ്രപഞ്ച ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് നമ്മൾ അവിടെ വെക്കുക. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ഭാരമേതിനാണ്? അത് ഭൂമിക്കല്ല, അത് ആകാശത്തിനല്ല, അത് ചന്ദ്രഗോളത്തിനല്ല, അത് നെപ്റ്റ്യൂണിനല്ല. ഈ ലോകത്തിലെ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഇതൊന്നും മുഹമ്മദ് കബീർ വെറുതെ പറയുന്നതല്ല, അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. നബിയേ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ, ഞാൻ അങ്ങേക്ക് ഏറ്റവും ഭാരമേറിയ വാക്കുകളെ അവതരിപ്പിക്കുകയാണ് നബിയേ. ഖുർആനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖൗലൻ സഖീലാ, ഇത് ഏറ്റവും ഭാരമേറിയ വസ്തുവാണ്. ഖുർആൻ എന്ന് പരിചയപ്പെട്ടോളി. എനിക്ക് സമയമില്ല, എന്നാലും നമ്മൾ വിചാരിച്ചെന്താണെന്നറിയോ? ഇത് അത്ര വലിയ പ്രതിഫലമൊന്നുമില്ല, ഇത് മരിച്ചതിന് ശേഷം ഓതാനുള്ള ഏതോ ഒരു ഖുർആൻ എന്നതിനപ്പുറം നമ്മൾ ഖുർആനിനെ കണ്ടിട്ടില്ല. അല്ല, ഖുർആൻ എന്ന് പറഞ്ഞ ലോകത്തിന്റെ അത്ഭുതമാണ്. ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും ഒരേപോലെ വഴികാട്ടാൻ വന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ ഖുർആനെ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും അന്തം വിട്ടേക്കാതെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പെമ്മക്കളെ ഹാഫിളത്തായി. അവര് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് അവര് നെഞ്ചിൽ വെച്ചത്. അതുകൊണ്ടാണ് ഖുർആനിനെ അവതരിപ്പിക്കാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചത്. മീകായിലല്ല, ഇസ്രാഫീലുണ്ട്, അസ്രാഫീലുണ്ട്, മുൻകറുണ്ട്, നക്കീറുണ്ട്. ഇവരെ ഒന്നും ഏൽപ്പിക്കാതെ അല്ലാഹുവിന്റെ കലാമിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാനുള്ള ജോലി അല്ലാഹു ഏൽപ്പിച്ചതാരെയാണ്? എന്തുകൊണ്ട്? മലക്കുകളിൽ ഏറ്റവും ശക്തിമാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇത്രയും ഭാരമേറിയ ഒരു വസ്തു ആകാശലോകത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ അത് ജിബ്രീലിനെ കഴിയുള്ളൂ. കാരണമാരാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നസല ബിഹി റൂഹുൽ അമീൻ. ഈ ഖുർആൻ അവതരിപ്പിച്ചത് ജിബ്രീലാണ്. എന്തുകൊണ്ട് ഖുർആനിന് വലിയ ഭാരമാണ്? കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു തആല ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിൽ കിടക്കവേ ആകാശ ലോകത്തു നിന്നൊക്കെ സൽസലത്തിൽ ജറസി മണിനാദം മുടങ്ങുന്നത് പോലെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ഖുർആനുമായി ജിബ്രീൽ വരുമ്പോ ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന് ഭാവ വ്യത്യാസമാണ്.
എന്റെ മടിയിലാണ് നബി തങ്ങൾ കിടക്കുന്നതെങ്കിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോ ആ സമയത്ത് എന്റെ ശരീരത്തിലേക്ക് വലിയൊരു ഭാരം വന്നിട്ട് ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിച്ചിട്ട് എന്റെ തൊടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഭാരം വർദ്ധിച്ച് എന്റെ തൊടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രയേറെ ഭാരമായിരുന്നു ആ സമയത്ത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. കാരണം എന്താ? ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഏറ്റവും ഭാരമേറിയ വസ്തുവിനെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശക്തിമാനായ ജിബിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശക്തി എത്രയാ? ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുമ്പോ അവിടെ ചെന്നിട്ട് തന്റെ ചിറക് വിരിച്ചിട്ട് ആ ചിറകങ്ങ് താഴേക്ക് കുത്തിയിറക്കി. ആ ചിറകിൽ ഇങ്ങനെ ആ ഒരു നാടിനെ മുഴുവനും ഒരൊറ്റ ചിറകിൽ പൊക്കിയെടുത്ത ദോശ ചട്ടുകം കൊണ്ട് മറിച്ചെടുക്കുന്നത് പോലെ ആ നാടിനെ മുഴുവനും ഒരു കൈ കൊണ്ടൊരു ചിറക് കൊണ്ട് എടുത്തിട്ട് നേരെ മുകളിലോട്ട് പൊക്കി. വെറുതെ എടുത്ത് മറിച്ചിടുകയല്ല, ആ ഒരു പ്രദേശത്തെ മുഴുവനും ജിബിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ ചിറകിന് മേപ്പോട്ടുയർത്തി. എത്രത്തോളം പൊക്കിയെന്നറിയുമോ? ആകാശലോകത്തുള്ളവര്, ഈ ഭൂമിയിലെ കോഴികളുടെ ശബ്ദം കേൾക്കുന്നത് വരെ അത്രത്തോളം അടുത്ത് കേൾക്കാം. താടിനെ ഉയർത്തിയിട്ട് നേരെ മറിച്ചിട്ട് തിരിച്ചിട്ടൊരു അടിയടിച്ചു മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സഹോദരങ്ങളെ, ഇത്രയേറെ ശക്തിമാനാണ് ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചത്. കാരണം ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഇത് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വാക്കാണിത്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. ഞാൻ പറഞ്ഞത് തന്നെ പറയുകയല്ല, അല്ലാഹുവിന്റെ ഖുർആൻ എന്തെന്ന് മനസ്സിലാക്കാൻ, ഈ ഖുർആനിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ വാക്കാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ സിദ്ദീഖയിൽ ഇരുന്നിട്ട് 40 പെൺകുട്ടികൾ പാരായണം ചെയ്യുന്നത് അത് ഖുർആന്റെ വചസ് മാത്രമല്ല, അത് ഖുർആന്റെ സംഗീതമാണ്. ഖുർആനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഗീതം. ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ വസ്തു ഖുർആനാണ്. ആ ഏറ്റവും ഭാരമേറിയ വസ്തുവിനെ താങ്ങി നിർത്താൻ ഒരു അടിത്തറ കെട്ടാനാണ് അസൽ സാഹിബ് 1 ലക്ഷം തന്നത്. ഇത്രയും ഭാരമുള്ളത് കൊണ്ട് അതിൽ നിൽക്കൂല. രണ്ടാമതാര 1 ലക്ഷം രൂപ പറയാം. ഹിഫ്ദുൽ ഖുർആനിന് ഒരു ബിൽഡിംഗ് തുടങ്ങാൻ ഇൻഷാ അല്ലാഹ് രണ്ടാമത് ഒരു 1 ലക്ഷം രൂപ അതിലേക്ക് വാഗ്ദാനം ചെയ്യാം. സന്തോഷം. ഇത് രണ്ടും നടക്കണം, പ്രസംഗം നടക്കണം, ഇത് നടക്കണം. മരിച്ച ഉപ്പാന്റെ ഉമ്മാന്റെ ജേട്ടൻ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന 1 ലക്ഷം രൂപ. പേര് പറയണ്ട. മാഷാ അല്ലാഹ്, ഖുലു തക്ബീർ. ഉറക്കെ പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് ഞാൻ ഇതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കും, എന്റെ പ്രസംഗവും നടക്കും, രണ്ടും ഒന്നിച്ച് നടക്കും. ഇതൊരു വലിയൊരു ഞാണുമേക്കളി ഇപ്പൊ നടക്കണം. 11 മണിക്ക് പോലെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. പക്ഷെ എനിക്കിത് പങ്കെടുക്കണം. കാരണം ഞാൻ 17 വർഷം കൊണ്ട് വാള് പറയുന്ന ഖുർആനെ കുറിച്ചാണ്. ഇന്നേ വരെ ഹാഫിലിനെ കുറിച്ച് പറയാത്തൊരു വാള് ഞാൻ ഇല്ല, എന്റെ ജീവിതത്തിലില്ല. അതാണ് എന്റെ ഏറ്റവും വലിയ അഭിമാനവും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഉപ്പാന്റെ ഉമ്മാന്റെ ജേട്ടൻ പെങ്ങന്മാർ ഇവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു മകനാണ് സദഖ ചെയ്തത്. പൊന്നുമോനെ, നീ നിന്റെ ഉപ്പാക്കുമ്മാക്ക് വേണ്ടി ഏറ്റവും നല്ലതാണ് ചെയ്തത്. 40ഓളം പെൺമക്കൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ അതിന്റെ ഓരോ ഹർഫിന്റെയും പ്രതിഫലം അല്ലാഹുവേ ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ പെങ്ങന്മാരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അലിഫ് ലാം മീം എന്നോദിയാൽ 90 നന്മയാണ്. ഓരോ ദിവസവും എത്രയോ നന്മകൾ അവരുടെ ഖബറിടത്തിലേക്ക് നീ
എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടെ ഇരുന്നു കൊണ്ട് അല്ലാഹുവേ ഞാൻ എന്റെ മകനെ വളർത്തിയിട്ട് അത് വെറുതെ ആയില്ലല്ലോ അല്ലാ എന്ന് വിചാരിച്ചിട്ട് മക്കളുടെ ഖുർആൻ ഓതുമ്പോ അവരുടെ ഖബറിൽ എന്ത് അവസ്ഥയാണോ അത് നീ മാറ്റി കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവരുടെ ഖബറ് നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹുവേ. ആ സദഖ ചെയ്ത മകന്റെ മക്കള് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ പ്രയാസത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ചിന്തിക്കാനൊന്നും പാടില്ല. 1 ലക്ഷത്തിന് കൊടുത്താൽ 30 ലക്ഷം കൊടുത്ത പ്രതിഫലമാണ്. 1 ലക്ഷം റുപ്യ. മൂന്നാമത്തെ ആൾ പെട്ടെന്ന് ഞാൻ എന്റെ വിഷയത്തിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ അങ്ങനെ പോവുകയും ചെയ്യും. ഖുർആൻ എന്നത് ലോകത്തിന്റെ ഏറ്റവും വലിയ മാസ്മരിക സംഗീതമാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണത്? ലോകത്തിലെ ഏറ്റവും മാസ്മരികമായ സംഗീതമാണത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് സംഗീതം? ഇപ്പൊ നമ്മൾ ഒരു പാട്ട്, സിനിമാ പാട്ട് നമുക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഗാനം നമുക്ക് ഇഷ്ടമാണ്. ഇതിനിടയിൽ മൂന്നാമത്തെ ആള് പെട്ടെന്ന് പറയണേ 1 ലക്ഷം. ആണുങ്ങൾ ഓരോ ലക്ഷം. സഹോദരിമാര് ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി ഒരു വള. ആദ്യ ആര ഒരു വള തരയോടെ. ഇതുപോലെ അല്ലാഹു എന്റെ പെമ്മക്കളുമായി തീരണം എന്ന ആഗ്രഹത്തോടെ ഒരു വള പെട്ടെന്ന് കൊടുത്തു. ഫസ്റ്റ് ആര കൊടുക്കുന്നു ഖുർആനിന് വേണ്ടി. വേറെ ഇതേതായാലും പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ട്. എല്ലാത്തിനും പ്രതിഫലം കിട്ടും. ഇതിനെല്ലാത്തിനേക്കാൾ ഇരട്ടി കിട്ടും. കാരണം അലിഫ് എന്ന് ഓതിയാൽ 30 നന്മയാണ്, ലാം എന്ന് ഓതിയാൽ 30 നന്മ, മീം എന്ന് ഓതിയാൽ 30 നന്മ, 90 നന്മ അലിഫ് ലാം മീം ഓതിയാൽ തന്നെ കിട്ടും. അത്രയും വലിയൊരു സൗകര്യം എവിടെയുള്ള. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊരു പാട്ട് കേട്ടാൽ, ഞാൻ അടുത്ത മൂന്നാമത്തെ ആളെ ചോദിക്കുമ്പോഴത്തേക്കും കൈപൊക്കി വെക്കണ ആരാണ്? എന്റെ ഇടയിൽ എഴുതിത്തരാം. സദസ്യമുള്ളവർക്ക് കൈപൊക്കാം, സ്റ്റേജ് ഉള്ളവർക്ക് എഴുതിത്തരാം. നമ്മളൊരു പാട്ട് പാടിയാൽ ആ പാട്ടില് ഒരേ വരി തന്നെ ഒരു 10 പ്രാവശ്യം ഒരു പാട്ടി ആവർത്തിച്ചു വന്നാൽ നമുക്കതൊരു അരോചകമായിട്ട് തോന്നൂല്ലേ? തോന്നൂല്ലേ? ഒരു പാട്ട്, ആ പാട്ടില് ഒരു വരി തന്നെ 10 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു പാട്ടിന്റെ ഇടയിൽ ആ പാട്ട് നല്ലതാന്ന് നമ്മൾ പറയൂ? ഞാൻ അതിന് അഭിപ്രായം പറയാം, ഗൂഗിളിൽ നോക്കണം. പറയോ? ഇല്ല. നമുക്കത് പാടും തോറും അരോചകമായിട്ട് തോന്നൂലേ? ഒരു പ്രാവശ്യം പാടുമ്പോ തന്നെ നമുക്ക് എന്ത് തോന്നും? ഇമ്പമായിട്ട് തോന്നിയാൽ രണ്ടാമത്തെ പ്രാവശ്യം ഒരു വരി തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് വരിക. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാസ്മരിക സംഗീതം. അത് ലോകത്തിന്റെ മാസ്മരിക സംഗീതജ്ഞനായ ബിഥോവനാവട്ടെ, ബിഥോവന്റെ മൂൺലൈറ്റ് ഓഫ് സാറ്റ ലോകത്തിലെ വലിയ സംഗീത ആൽബമാണ്. അതിനകത്ത് തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്നാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഇമ്പമാന ഗാനമുണ്ടാക്കിയ മലയാളത്തിന്റെ ഗാനരചയിതാവാണ് മരിച്ചുപോയ ഗിരീഷ് പുത്തഞ്ചേരി. 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം മലയാളത്തിന്റെ ഹിറ്റ് ഗാനമുണ്ടാക്കി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതചരിത്രത്തിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, എത്ര വലിയ മാസ്മരികമായ സംഗീതമാകട്ടെ നമ്മുടെ മനസ്സുകളെ, നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചുലക്കുന്ന ഏതൊക്കെ മാസ്മരികമായ സംഗീതമാവട്ടെ, ഒരു വരി തന്നെ പല പ്രാവശ്യം ആവർത്തിച്ചു വന്നാൽ അതോടെ നമുക്കിതിനോട് വിരസത തോന്നുമല്ലോ. എന്നാൽ ഞാൻ എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ചോദിക്കുകയാ, ലോകത്തിലെ എല്ലാ ഗാനങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ഈരടി പോലെ പാടിക്കൊണ്ട് നടക്കുന്ന സംഗീതത്തെ വല്ലാതെ താലോലിക്കുന്നവരെ, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഓതിയിട്ടുണ്ടല്ലോ, വൽഹബ്ദുൽ അസ്ഫി വറൈഹാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകذിബാൻ ഖലഖൽ ഇൻസാന മിൻ صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء
റബ്ബികുമാ തുകല്ലിബാൻ. രണ്ട് പേജ് മാത്രം വരുന്ന ഒരു സൂറത്തിന്റെ ഉള്ളിൽ 33 പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. ഒരു ചെറിയ സൂറത്തിന് 31 പ്രാവശ്യമാണ് ആവർത്തിച്ച് വരുന്നത്. പക്ഷെ ഇതേവരെ ആ ആയത്തൊന്ന് ആവർത്തിച്ച് വന്നിട്ട് ഇതേവരെ നമുക്ക് വിരസത തോന്നിയിട്ടില്ലല്ലോ, ഇതേവരെ നമുക്ക് അരിട്ടം തോന്നിയിട്ടില്ലല്ലോ, ഇതേവരെ നമുക്ക് അലോസരത തോന്നിയിട്ടില്ലല്ലോ. ഇന്നും ഒരു നല്ല കാര്യം ഓതിയാൽ കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഒരു ചെറിയ സൂറത്തിന്റെ ഉള്ളിൽ 31 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടും ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ. 1400 വർഷം ഇത് പാരായണം ചെയ്യാത്തവരാരുമില്ല. എത്രയോ സംഗീതജ്ഞരെ കടന്നുപോയി. അവരാരും പറഞ്ഞില്ല ഈ ആവർത്തനം കൊണ്ട് ഈ ഖുർആൻ സാഹിത്യത്തിന് എതിരാണെന്ന്. ഇല്ല, എല്ലാവരെയും അമ്പരപ്പിച്ചു പോയാ. അതേപോലെ എത്ര ആയത്തുകൾ അലം നുഹിലിൽ അവ്വലീൻ തുമ്മ നുത്ബിഹുൽ ആഖിരീൻ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ വൈലു യൗമൈദിൽ മുകദ്ദിബീൻ വൈലു യൗമൈദിൽ മുകദ്ദിബീൻ. എത്രയോ പ്രാവശ്യമാണ് ഒരു ചെറിയ സൂറത്തിൽ ആവർത്തിച്ചു വന്നത്. ഇതേവരെ കാതുകൾക്ക് വിരസതയില്ലല്ലോ, കാതുകൾക്ക് അലോസരതയില്ലല്ലോ. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഗീതമാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ മലയാള കവിത പാടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കവിതയുടെ കാവ്യഭംഗി. നിങ്ങളൊന്ന് ഖുർആൻ വായിച്ചു നോക്ക്. ഓരോ കവിതകൾക്കും ഓരോ വൃത്തങ്ങളുണ്ട്, ഓരോ അതിനേതായ നിയമങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഉപമയും ഉൾപ്രേക്ഷയും ഒക്കെ കവിതകളുടെ വൃത്തങ്ങളാണ്. മറ്റൊന്നിന് ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് പറഞ്ഞാശങ്ക ഉൾപ്രേക്ഷ കാലന്ത്രത് ഇത് കവിതയുടെ വൃത്തങ്ങളാണ്, ഉൾപ്രേക്ഷയൊക്കെ. പക്ഷേ ഖുർആനിന്റെ വൃത്തം കണ്ടുവോ നിങ്ങൾ? ആദ്യത്തെ വരി എങ്ങനെ അവസാനിച്ചോ അതേപോലെ രണ്ടാമത്തെ വരിയും അവസാനിക്കണം. ഇത് കവിതയുടെ നിയമമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഈ ഖുർആൻ ഒരു കവിയുടെ വാക്യങ്ങളല്ല, ഇതൊരു കവിയുടെ കവിതയല്ല. എന്റെ ദാസനായ മുഹമ്മദ് നബിയെ ഞാനൊരു കവിത പഠിപ്പിച്ചിട്ടുമില്ല. ഇതൊരു കവിയുടെ വാക്കല്ല. എന്റെ ദൂതരെ ഞാൻ കവിത പഠിപ്പിച്ചിട്ടുമില്ല. ഞാൻ എന്റെ പ്രവാചകനെ കവിത പഠിപ്പിച്ചിട്ടില്ല. എന്റെ പ്രവാചകൻ കവിയല്ല. ഖുർആൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയല്ല. എന്നാൽ ഖുർആന്റെ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ ആയത്ത് അവസാനിക്കുന്നതും صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى. ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവന്റെ ഹൃദയത്തെ തരളിതമാക്കുന്ന, അവന്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ സംഗീതമില്ല സഹോദരങ്ങളെ. ആ സംഗീതമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ സംഗീതം. അല്ലാഹുവേ ചോദിപ്പിച്ച തന്നെ ഒരു സഹോദരി കയ്യിൽ കിടന്ന സ്വർണ്ണ വള ഊരി തന്നു. 2 സഹോദരിമാര് 2 സ്വർണ്ണ മോതിരം. അല്ലാഹുവേ ഇതിന് പകരം നീ നാളെ ഖബറിൽ കിടക്കുമ്പോ മുൻകരിന്റെയും നക്കീറിന്റെയും ഭീമാകാരമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ആ സമയത്ത് നീ ഭീമാകാരമായ ചോദ്യമല്ല, ഖബറിൽ കിടന്ന് ഖുർആന്റെ സംഗീതം കേൾക്കാൻ ഈ വള സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഏത് കയ്യിലാണോ ഈ സ്വർണ്ണ വള കിടന്നത് നീ ആ ശരീരത്തെ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആ ഉമ്മാന്റെ പൊന്നുമക്കളെ ഖുർആൻ മുഴുവൻ ഹാഫിളത്തായി 40
40 പേരെ ശുപാർശ ചെയ്യാം ഒരു ഹാഫിദിന് സ്വർഗത്തിലേക്ക്. അല്ലാഹുവേ, ഉമ്മാന്റെ ഈ വളകടന്ന കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് ഉമ്മാനെ ഉപ്പാനെ കൂട്ടിക്കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ അല്ലാ. തരി സഹോദരിമാരെ ഓരോ സ്വർണ്ണ വളകൾ, ആ 2 സ്വർണ്ണ മോതിരം എന്ന സഹോദരിമാര്, അല്ലാഹുവേ അവർക്ക് നീ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണം നൽകണേ തമ്പുരാനെ, നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിലൊരു പ്രയാസവും വരുത്തല്ലേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആന്റെ സംഗീതത്തിലേക്ക് വഴി തുറക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയാണ് വളർന്നത്. മക്കള് സാലിഹീങ്ങളാവാൻ, ഹാഫിളീങ്ങളാവാനും ആ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഉമ്മാക്ക് ഉപ്പാക്ക് കൺകുളിർമേകുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണേ അല്ലാ. ആ ഖുർആന്റെ സംഗീതം ഖബറിൽ കേൾക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അതിനുവേണ്ടി മൂന്നാമതാരാണ് ആ ഖുർആന്റെ സംഗീതത്തിന് വേണ്ടി നാളെ ഖബറിൽ ആ ഖുർആൻ കേട്ട് കിടക്കാൻ മൂന്നാമതാരാണ്? ഒരു 1 ലക്ഷം രൂപ കൂടി വാഗ്ദാനം ചെയ്യുക ഈ സ്ഥാപനത്തിനു വേണ്ടി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരാണോ സന്നദ്ധതയോടെ മൂന്നാമതൊരാൾ ഇൻഷാ അല്ലാഹ് ആരാ പറയാ 1 ലക്ഷം രൂപ ഒന്ന് വാഗ്ദാനം ചെയ്യാൻ? എല്ലാരും അലൈസ മിൻകും റജുലുൻ റഷീദ്. നിങ്ങളില്ലെങ്കിൽ പിന്നെ ഞാനിനി ചോദിക്കൂല. ആദ്യം വായിച്ച 2 പ്രാവശ്യം വായിച്ചാൽ പിന്നെ ഒരു വളയം കൂടെ കണ്ടുവരും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പണം അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്, സന്താനങ്ങളും അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. പക്ഷേ അതിനെ നാം നന്മയുടെ വഴിയിലൂടെ ചെലവഴിക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. 2 കാര്യം പറഞ്ഞു. ഖുർആൻ എന്നത് ഏറ്റവും വലിയ ഭാരമുള്ള വസ്തുവാണ്. ഖുർആൻ ലോകത്തിന്റെ ഏറ്റവും വലിയ സംഗീതമാണ്. മരിച്ച ഉപ്പാന്റെ പേര് ദുആ ചെയ്യാൻ 1 ലക്ഷം രൂപ കുലൂത്തക്ക് പേര് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ആ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ ഖബറിനെ നീ വിശാലമാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട മകനെ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി ചെയ്ത സദഖ നീ അതിന് കാരണമാക്കണേ തമ്പുരാനെ, കാരണമാക്കണേ അല്ലാ. പടച്ചവനെ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സയ്യിദനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു നമ്മളെ ഖുർആനിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ സംഗീതം പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളത് പഠിക്കണം. നമ്മൾ ഖുർആന്റെ മുഹിബ്ബീങ്ങളാവണം. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ സ്ഥാപനത്തിന്റെ ഖാദിമീങ്ങളാവണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പം, ഇത് കുറെ പ്രദേശത്തുള്ള ചെറുപ്പക്കാർ കൂടി ഒരു ചെറുതായി ഉണ്ടാക്കിയ ഒരു ചെറിയ സംഘടനയാണ് ദാറുൽ മആരിഫ്. അല്ലേ? ആരാ തുടങ്ങി? എന്റെ തുടക്കക്കാരാണ്. മാഷാ അല്ലാഹ്, കുറെ ചെറുപ്പക്കാരാണ്. അല്ലാഹു ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന യൗവനങ്ങൾ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞാൻ പലപ്പോഴും വാത് പറയാറുണ്ട്, ഈ കാസർഗോഡ് എന്നൊക്കെ ചില സമയത്ത് കേൾക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോ കൽബ് പിടഞ്ഞു പോവാറുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ കൽബിന് വലിയ കുളിർമയാണ്. കാരണം എന്റെ ജീവിതം, ഞാൻ 17 വർഷമായി ഞാൻ വാത് തുടങ്ങിയിട്ട്. ഞാൻ ഹാഫിളായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കൊച്ചുകുട്ടി മീശ കളിക്കുന്നതിന് വാത് പറയാൻ തുടങ്ങിയതാണ്. സ്ഥിരമായി വാത് പറയാൻ തുടങ്ങിയിട്ട് 17 വർഷമായി. ഈ 17 വർഷവും അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ്. എനിക്കുറപ്പുണ്ട് എന്റെ റബ്ബെന്നെ കൈവിടില്ല. ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം എന്റെ സ്ഥാപനത്തിൽ ഒറ്റപ്പാലത്ത് വിനീതന്റെ ഒരു കൊച്ചു സ്ഥാപനമുണ്ട്. 55 കുട്ടികൾ പഠിക്കുന്നു. ഇപ്പൊ 4ാമത്തെ അധ്യയന വർഷം ഇന്നലെ തുടങ്ങി കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. എന്റെ മൂത്ത മോനെ ഞാൻ അവിടെ ആക്കി. അല്ലാഹു ഹാഫിളാക്കി തരട്ടെ. വാക്കവിയുടെ വാല് കേട്ടിട്ട് 100 കണക്കിന് കുട്ടികൾ ഹാഫിളാവാൻ പോയിട്ട് അതിന്റെ ഒരു പറക്കത്തോണ്ട് വാക്കവിയുടെ മോനെ അല്ലാഹു ആക്കി തന്നെ നിങ്ങൾ ദുആ ചെയ്യും. എന്റെ മോനെ ഇന്നലെ ഞാൻ അവിടെ ഹിഫ്ളിൽ ഇന്നലെ തുടങ്ങി കൊടുത്തിട്ടാണ് വന്നത്.
ഇപ്പോ 14 കുട്ടികൾ ഹാഫിളീങ്ങളായി. അതിലൊരു കുട്ടി അവൻ 2 വർഷം കൊണ്ട് ഹിഫ്ളും തീർന്നു. ഇപ്പൊ SSLCക്ക് അവൻ പരീക്ഷ എഴുതി, എല്ലാ വിഷയത്തിനും A+. സ്കൂളിൽ പോയിട്ടില്ല, സ്ഥാപനത്തിന്റെ ഉള്ളിൽ പഠിപ്പിച്ച് ആ കുട്ടിക്ക് മുഴുവൻ A+. അൽഹംദുലില്ലാഹ് അവനെ ഞങ്ങളൊരു യാത്രയൊക്കെ കൊടുത്ത് അവന് മെഡിസിൻ പഠിക്കാൻ പോവാണ്. അവന്റെ ആഗ്രഹം മെഡിസിനാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ അവനൊരു ഹാഫിളായ ഡോക്ടറാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ബാല്യത്തിൽ തന്നെ ഖുർആന്റെ അടിത്തറയിൽ നമ്മുടെ ചിന്ത കുട്ടികളെ ഹാഫിളാക്കാൻ വിട്ടാൽ പിന്നെ അവന് ദുനിയാവ് കിട്ടൂലെന്നാണ്. ആ പൊന്നുമോൻ അവൻ ഹിഫ്ള് തീർന്നു. ഇപ്പൊ 10ാം ക്ലാസ്സിലെത്തിയ 10ാം ക്ലാസ് അവൻ എഴുതി ഫുള്ള് A+ മാർക്കാണ്. കഴിഞ്ഞ ദിവസം രാവിലെ സുബഹി മുതൽ ഇരുന്ന് 10 മണിക്കൂർ കൊണ്ട് തമിഴ്നാട്ടിലെ പെർണാമ്പട്ടിൽ നിന്ന് വരുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഫ്തിയുടെ ഹാഫിളായ മുഫ്തിയുടെ മുമ്പിൽ ഒറ്റ ഇരുപ്പിൽ 10 മണിക്കൂർ കൊണ്ട് ഒരു തെറ്റുപോലും വരാതെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾപ്പിച്ചു. 10 മണിക്കൂർ കൊണ്ട്. ഇതിന്റെ ഇടയിൽ 2 ബ്രേക്ക്, ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും മാത്രം. നിന്ന നിപ്പിൽ ഇരുന്ന ഇരുപ്പിൽ ഈ പെണ്ണുങ്ങളുടെ ഈ ചെറിയ മോതിരം കൊണ്ടൊന്നും ഇപ്പോളെ ഉണ്ടാകൂല. ഇവിടെ ഇരിക്കുന്ന മുതലാളിമാരൊക്കെ 1 ലക്ഷം രൂപ വെച്ച് പറഞ്ഞാലേ പറ്റും. അല്ലാതെ ഇത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിന്നുണ്ടാവുന്ന സാധനമല്ല ഇത്. നമ്മൾ ഇതിന്റെ ഖാദിമീങ്ങളാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 മണിക്കൂർ കണ്ട കുട്ടി ഒരു തെറ്റുപോലുമില്ല ഖുർആൻ അവസാനം വരെ ഓതി കേൾപ്പിച്ചു. ഇനി അവൻ അടിത്തറയായി, അവനിനി നേരെ മെഡിസിൻ പഠിക്കാൻ. നമ്മുടെ കുട്ടികളെ ഇങ്ങനെ വാർത്തെടുക്കണം. ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ വാത് പറഞ്ഞിട്ട് അവൻ പിഴച്ചുപോയി, നമ്മുടെ കുട്ടികളെല്ലാം മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു, അവര് താന്തോന്നികളായി പോകുന്നു എന്ന് വാത് പറയുന്നതിനപ്പുറം പ്രായോഗികതയിൽ എന്താ ഉള്ളത്? നമ്മളൊരു പ്രായോഗികത വേണ്ടേ? ഇനി വളർന്നു വരുന്ന കൊച്ചു തലമുറയെ നമ്മളൊരു നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകണ്ടേ? അതുകൊണ്ട് ഓരോ മഹല്ലിലും ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നാലേ നമ്മൾ വാത് പറഞ്ഞ് 2 മണിക്കൂർ തീർന്നു പോയി. ഇതിന്റെ പ്രായോഗികത എന്താണ്? ഈ വഴിതെറ്റി പോകുന്ന ആളുകളെ, ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രാക്ടിക്കൽ എന്താണ്? ആ പ്രാക്ടിക്കലാണ് സ്ഥാപനങ്ങൾ. ഏതായാലും അൽഹംദുലില്ലാഹ്, ഞാനിത് എല്ലായിടത്തും പറയും. ഈ ചെറുപ്പക്കാര് തുടങ്ങിയ ഒരു ചെറിയ ഒരു കൂട്ടം ഇന്ന് ഇതുവരെ എത്തി നിന്നതിൽ അള്ളാഹു നിങ്ങൾക്ക് അഭിമാനിക്കാം. അള്ളാഹു ഒരു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ബാക്കി എല്ലാവരും അത് ഏറ്റെടുത്തു. ഇവിടുത്തെ പ്രദേശവാസികൾ 40 കുട്ടികൾ പഠിക്കണമെങ്കിൽ ചില്ലറ ചെലവല്ല, അത് മുഴുവൻ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനം ഈ നിലയിലെത്തി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, വേറെ സഹോദരി ഒരു വളയും കൂടി പോരാ, നീ വരണം ഇങ്ങോട്ട്. പെണ്ണുങ്ങൾ വള തരണം, ആണുങ്ങള് 1 ലക്ഷം രൂപ മൂന്നാമതൊരാൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സഹാബിയുടെ വീടിന്റെ മറുഭാഗത്തിരിക്കുന്ന കുതിര, ആ കുതിര വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുതിര ചാടുന്നു, കുതിര വല്ലാതെ വെപ്രാളം കാണിക്കുന്നു. കുതിരായത്തിൽ കിടന്ന് കുതിര വല്ലാതെ വെപ്രാളം കാണിച്ചപ്പോ ആ സഹാബി ഖുർആൻ ഓതി നിർത്തിയിട്ട് നോക്കുമ്പോ കുതിര അടങ്ങിക്കിടക്കുകയാണ്. വീണ്ടും വന്നിട്ട് ഖുർആൻ ഓതിയപ്പോ കുതിര വെപ്രാളം കാണിക്കുന്നു, വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നു. ആ സഹാബി ഖുർആൻ ഓതുന്നത് നിർത്തി. അപ്പോൾ കുതിര സമാധാനത്തിലായി. പല പ്രാവശ്യം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ വീടിന്റെ മറുഭാഗത്ത് ഖുർആന്റെ പാരായണം കേട്ട കുതിര വല്ലാതെ അസ്വസ്ഥതയോടെ ബഹളമുണ്ടാക്കിയത്രേ. ആ രാത്രിക്ക് വിരാമം കുറിച്ചുകൊണ്ട് മസ്ജിദിന്റെ പുതിയ സുബഹിയുടെ ബാങ്ക് മുടങ്ങി. മഹാനായ സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഇമാമത്തിന്റെ കീഴിൽ സുബഹി നമസ്കാരം നിർവഹിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, ഞാൻ ഇന്ന് രാത്രിയിൽ
തന്റെ വീട്ടിലിരുന്നിട്ട് ഖുർആൻ ഓതിയപ്പോ മറുഭാഗത്തിരിക്കുന്ന കുതിര വല്ലാതെ അസ്വസ്ഥത കാണിച്ചു നബിയെ. എന്താണെന്നറിയില്ല, ഖുർആൻ ഓതുമ്പോൾ കുതിര അസ്വസ്ഥത കാണിക്കുന്നു, ഖുർആൻ എത്തുമ്പോ കുതിര പെട്ടെന്ന് അസ്വസ്ഥത മാറ്റി നിർത്തുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു മറുപടി എന്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിച്ചു തരട്ടെയോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബി എന്താണ് സംഭവിച്ചതെന്നറിയോ? നീ നിന്റെ വീട്ടിൽ നിന്നിട്ട് ഖുർആൻ പാരായണം ചെയ്തപ്പോ നിന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ പാതിരാവിന്റെ നിശബ്ദതയിൽ മദീന മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കമില്ലാതെ നീ പാരായണം ചെയ്ത ഖുർആൻ കേൾക്കാൻ ആകാശലോകത്തുനിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വന്നു അത്രേ. ആ മലക്കുകളെ കണ്ടപ്പോഴാണ് നിന്റെ കുതിര പേടിച്ച് വിരൽ പിടിച്ചത്, ആ കുതിര വല്ലാതെ അസ്വസ്ഥത കാണിച്ചത്. നീ പാതിരാ സമയത്തിരുന്ന് വീട്ടിലിരുന്ന് നിന്റെ അള്ളാഹുവിന്റെ കലാമ പാരായണം ചെയ്തപ്പോ മദീനയുടെ ഈത്തപ്പഴ തോട്ടങ്ങൾ പോലും നിശബ്ദമായി കിടന്നുറങ്ങുന്നൊരു രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് നീ ഖുർആൻ ഓതിയപ്പോ അത് ശ്രവിക്കാൻ വന്നതാരെന്നറിയോ? വാനലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മലായികത്തുകളാണ്. അവരെ കണ്ടിട്ടാണ് നിന്റെ കുതിര അസ്വസ്ഥത കാണിച്ചത്. സഹാബി എന്തിനാണ് നീ ഖുർആൻ ഓതുന്നത് നിർത്തിയത്? നിർത്താതെ നീ പുലരി വരെ ഖുർആൻ ഓതിയിരുന്നെങ്കിൽ രാവിലെ സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോ മദീന മുഴുവനും അല്ലാഹുവിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച മദീനക്കാർക്ക് കാണാമല്ലോ സഹാബി. എന്തിനാണ് നീ ആ പാരായണം നിർത്തിക്കളഞ്ഞതെന്ന് ചോദിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റമളാൻ വരികയാണല്ലോ, ഖുർആന്റെ മാസമാണല്ലോ. റമളാനിന്റെ പൊന്നമ്പളി തിങ്കൾക്കൽ ആത്മീയ ലോകത്തിന്റെ ഔത്കർഷത്തിന്റെ അടയാളമായി രാപ്പകലുകൾ മുഴുവൻ ഖുർആൻ പാരായണത്തിന്റെ അദ്കാറുകളുടെ സ്വലാത്തുകളുടെ കഴിഞ്ഞുപോയ കാലങ്ങളുടെ പാപങ്ങളെ മുഴുവനും കരിച്ചു മാപ്പാക്കി കളയാൻ റമളാൻ വരുമ്പോ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്നോദണേ അല്ലാഹുവിന്റെ ഖുർആന്റെ സംഗീതം കേൾക്കാൻ വരുന്നതാരാ? തൊലിവെളുത്ത പെൺകുട്ടികളല്ല, ഗാനമേളയുടെ ചെറുപ്പക്കാരല്ല. നീ ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ആകാശലോകത്തും അല്ലാഹുവിന്റെ മലായികത്തുകളാണ് കേൾക്കാൻ വന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായി ആയിഷത്ത് സിദ്ദീഖ എന്ന സ്ഥാപനം നടക്കുന്ന കൊച്ചു വീടിന്റെ മുറ്റത്ത് എത്രയെത്ര മലക്കുകളാണ് വന്നുപോയത്. എത്ര രാത്രിയിലാണ് ആ സ്ഥലം അവര് സന്ദർശിച്ചത്. കുശാൽ നഗരക്കാരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങൾ ഓത്തിരുന്നുവോ? അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ നാട്ടിൽ വന്നെന്ന് അവർ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്ത് കടന്നു പോയെന്ന്. അതുകൊണ്ട് ഖുർആന്റെ സംഗീതം കേൾക്കാൻ, ഖുർആന്റെ സംഗീതം കേൾക്കാൻ ഇവിടേക്ക് വരുന്നത് അല്ലാഹുവിന്റെ മലായികത്തുകളാണ്, അല്ലാഹുവിന്റെ മലക്കുകളാണ്. അല്ലാഹുവേ പടച്ചവനെ, നീ ആ സംഗീതം കേൾക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ എന്ന മാസ്മരികമായ സംഗീതം അതാണ് കാട്ടാളനായ ഉമറിന്റെ ഹൃദയത്തിൽ പതിച്ചത്. അത് പതിച്ചപ്പോഴാണ് ഉമർ ലോകത്തിന്റെ നൽവലവനായി മാറിയത്. അതാണ് വലീദിനമായിട്ട് ചിന്തിപ്പിച്ചത്. അതാണ് ലോകത്തിന്റെ തെമ്മാടികളെ പരിവർത്തനം വർദ്ധിപ്പിച്ചത്. പക്ഷേ നമ്മൾ ആ ഖുർആൻ ഓതുന്നത് പോലെ ഓതാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹജ്ജിന് വേണ്ടി പോകവേ, ഇശാ നിസ്കാരത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് വേണ്ടി പോകവേ ഇശാ നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പോയി. വലിയ ആഗ്രഹം വ്യാഴാഴ്ച ദിവസമാണ് ഇമാമത്തിന് വരുന്നത്. അതീവ ശ്രവണ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന മഹാനായ അബ്ദുറഹ്മാൻ സുദൈസിയാണ്. സുദൈസിയുടെ ഖുർആൻ കേട്ടാലേ കരയാത്തവരില്ല. അദ്ദേഹം 27 ഹറമിലോട്ടൊരു വരവങ്ങട് വരും. നിസ്കാരത്തിന് ഇമാമത്ത് നിർവഹിക്കും. ലൈലത്തുൽ ഖദ്റിന്റെ ദുആ നിർവഹിക്കുമ്പോ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പുറകിൽ നിന്ന് പൊട്ടിക്കരയും. മഹാനായ സുദൈസിയുടെ ദുആ ഇന്ന് കാസറ്റുകളിലൊക്കെ കേൾക്കുന്നത് അതാണ്. മഗ്രിബിനെ ഏറ്റവും മുമ്പിൽ പോയി നിന്നു. സുദൈസിയുടെ തൊട്ടു പുറകിൽ നിന്ന് നിസ്കരിക്കണം. കാത്തിരുന്ന് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തപ്പോ എല്ലാവരും കൂടി ചവിട്ടുകളിയിലേക്കാക്കി. 3ാമത്തെ സഫാണ് കിട്ടിയത്. ഇശായ്ക്കെങ്കിലും നിൽക്കണമെന്ന വാശിയോട് അവിടെ തന്നെ ഇരുന്നു. ഇശായ്ക്ക് കിട്ടിയത് 2ാമത്തെ സഫിലാണ്. 1ാമത്തെ സഫിൽ കഴിഞ്ഞില്ല. ഇമാമുനാ സുദൈസി വന്നു. നേരെ നിസ്കാര
നിസ്കാരത്തിലോട്ട് കടന്നു. എന്റെ വലതുഭാഗത്ത് അജാനുബാഹുവായ ചുവന്ന തുടുത്ത ആപ്പിള് പോലെയുള്ള ഒരു യമനി ബാലനാണ്, ചെറുപ്പക്കാരനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനോത്ത് പടച്ചവനെ, എന്തോ ഒരു വലിപ്പമാണിത്, എന്തോ ഒരു വലിയവനാണിത്. ഞാൻ നോക്കിയാ പോലും എത്താത്ത ഒരു വലിയ അജാനുബാഹു. അവിടെ ഇരിക്കും, ഞാൻ ചെയ്തു. താളത്തിന്റെ മുമ്പ് ഇമാം എല്ലാവരും ഹറം മുഴുവൻ നിറങ്ങലിച്ചു നിൽക്കവേ രണ്ടാമത്തെ റക്അത്തിൽ ഓതാൻ തുടങ്ങി. ഓതി പരലോകത്തെ വിചാരണയെ കുറിച്ച് പറയുന്ന ആയത്തെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. നന്മ തിന്മകൾ എഴുതിയ കിതാബ് കയ്യിൽ തരികയാണ്. ആ ഒരു ഭാഗം എത്തിയപ്പോ, അവിടെ എത്തിയപ്പോ നന്മ തിന്മകൾ നൽകിയ കിതാബ് കയ്യിൽ തന്നിട്ട് അല്ലാഹു പറയുമത്ര ഇഖ്റ കിതാബക്, വായിക്കടാ, നിന്റെ കിതാബും നീ തന്നെ വായിക്കടാ. നീ ചെയ്ത തമ്മാടിത്തരങ്ങളൊക്കെ എന്റെ മുമ്പിൽ നീ തന്നെ വായിക്കടാ എന്ന് പറയുന്ന ആയത്തെത്തിയപ്പോ സുദൈസിയുടെ കണ്ടമിടറി. അദ്ദേഹത്തിന് ഓതാൻ കഴിഞ്ഞില്ല. മഹിഷറയെ കുറിച്ച് പേടിയായി. സുദൈസി തേങ്ങാൻ തുടങ്ങി, കരച്ചിലടിക്കാൻ തുടങ്ങി. മഹിഷറയോത്തപ്പോ, നന്മത്തിന്മകയിലെ കിതാബ് കയ്യിൽ പിടിക്കുന്നതോത്തപ്പോ, അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നതോത്തപ്പോ ഹറമിലെ ഇമാമിന്റെ കണ്ടനാളമിടറി. ഇതാണ് കാസർഗോഡ് ചെറുപ്പക്കാരാ ഖുർആന്റെ സംഗീതം. കിതാബ് ഇനി അദ്ദേഹത്തിന് ഓതാൻ കഴിയുന്നില്ല. കൊച്ചുകുട്ടിയെ പോലെ കൈകെട്ടി ഹറമിന്റെ ഇമാമ തേങ്ങാൻ തുടങ്ങി. കിതാബ് പിന്നെ പൊട്ടിക്കരച്ചിലാണ്. പുറകിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വാവിട്ട് നിലവിളിക്കുന്നു. അവർ നിസ്കാരത്തിലാണ്. മറുഭാഗത്ത് നിന്ന് അടക്കി പിടിച്ച തേങ്ങലുകൾ, കണ്ണുനീരുകൾ. അന്നാണ് ജീവിതത്തിൽ ഞാൻ നന്നായി മനസ്സറിഞ്ഞ് കരഞ്ഞത്. ഞാൻ നോക്കിയപ്പോ എന്റെ വലതുഭാഗത്ത് ഭാരം കൂടുന്നുവോ, നോക്കിയപ്പോ കരഞ്ഞ് അജാനുബാഹുവായ യമനി ചെറുപ്പക്കാരൻ തളന്നിട്ട് എന്റെ വലത്തെ ചുമലിലേക്ക് അവൻ ചാഞ്ഞു. അടുത്ത ആയത്തോതാൻ കഴിയാതെ ഹറമിന്റെ ഇമാം സുദൈസി പാതിപടിയിൽ നിർത്തി. ഹറം മുഴുവനും കണ്ണുനീരിൽ കുതിർന്നുപോയി. കുറെ മിനിറ്റുകൾക്ക് ശേഷമാണ് സുദൈസി പിന്നെ ഓതിയത്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, നിന്നെ വിചാരണ ചെയ്യാനെന്ന് നീ തന്നെ മതിയടാ എനിക്ക് സാക്ഷിയായി. അടുത്തായത്ത് അദ്ദേഹം മോദിയില്ല, നേരെ റുക്കൂയിലേക്ക് പോയി. സഹോദരങ്ങളെ, ഇതാണ് ഖുർആൻ. കാട്ടാളനായ ഉമറിനെ പൊട്ടിക്കരയിപ്പിച്ച ഖുർആൻ, വലീദ് ഇബ്നു റബീയെ മുട്ടുകുത്തിയ ഖുർആൻ. ഈ ഖുർആനാണ് നമ്മുടെ അരമാലയിൽ ഇരിക്കുന്നത്. ഇതൊരു സംഗീതമാണ്, അല്ലേ അല്ല. വമാ ഹുവ ബിഖൗലി ശായിർ, ഇതൊരു സംഗീതജ്ഞന്റെ വാക്കല്ല. ഇത് പാടി പറഞ്ഞു കൊടുത്താൽ സംഗീതജ്ഞനാണോ? അല്ല അല്ല. ഞാൻ അദ്ദേഹത്തെ ഒരു സംഗീതം പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ കേൾക്കുന്നവടെ മുഴുവനും പൊട്ടിക്കരയിപ്പിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഇത് ലോകത്തിന്റെ അത്ഭുതമാണ് സഹോദരങ്ങളെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുകയാണ്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവലോകായ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്ന ദിവസം. ഇതോതി തീർന്നപ്പോ പിന്നെ ഇമാമിനെ കണ്ടില്ല. ഇമാമ മിഹ്റാബിലേക്ക് ബോധം കെട്ട് താഴെ വീണുപോയി. ഇതാണ് ഖുർആൻ. ഈ ഖുർആൻ എന്ന് നമ്മൾ പരിചയപ്പെടാത്തത് കൊണ്ടാണ്, ഈ ഖുർആൻ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്റെ പൊന്നുമോനാണ്. മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിന്നതാണ് സുബഹിക്ക്. ആയത്തോതിയപ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന പരലോകത്തെ കുറിച്ച് പറയുന്ന ഒറ്റായത്ത്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസം. മഅ്മൂമീങ്ങൾ പിന്നെ ഇമാമിനെ കണ്ടില്ല. ഇമാം മദീനത്തെ പള്ളിയുടെ മിഹ്റാബിലേക്ക് ബോധം കെട്ട് താഴെ വീണുപോയി. പൊട്ടിക്കരയിപ്പിച്ച ഖുർആൻ, ഇരുത്തി ചിന്തിപ്പിച്ച ഖുർആൻ. ഈ ഖുർആൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കണ്ടേ? ഒരു വലിയ സഹോദരൻ, പേര് പറയേണ്ട, 5 ലക്ഷം രൂപ സദഖ നൽകിയിട്ടുണ്ട്. റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്.
പേര് പറയേണ്ട ഉസ്താദേ, ഇത്ര നാളും ഈ സ്ഥാപനത്തെ അള്ളാഹു തനിക്ക് നൽകുന്നത് കൊണ്ട് താങ്ങി നിർത്തിയ ആ സഹോദരൻ 5 ലക്ഷം രൂപ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നലെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഫോണിലൂടെ. അള്ളാഹുവേ, അവരുടെ ബിസിനസ്സിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇന്നലെ രാത്രി പേര് പറയണ്ടല്ലോ, ഞാൻ ഇതേപോലെ എന്റെ ഹിഫ്ദുൽ ഖുർആനെ താങ്ങി നിർത്തുന്നൊരു മാന്യദേഹമാണ്. ഗൾഫിൽ വന്നപ്പോ കാണാൻ പോയപ്പോ എന്നോട് പറഞ്ഞ്, നാളെ പോകുന്ന നാട്ടിൽ എന്റെ ഒരു പാർട്ണറുണ്ട്, വിളിച്ചു തന്നു, പരിചയപ്പെട്ടു. പരിമിതമായ വാക്കിന് പരിചയപ്പെട്ടു. പക്ഷെ അദ്ദേഹം എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇപ്പോൾ 5 ലക്ഷം രൂപ ഇവിടെ അള്ളാഹു സദഖ നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ, നീ അവരുടെ സ്ഥാപനത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഉത്തരോത്തരം പുരോഗതി നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ ഓരോ വരുമാനത്തിന് നീ വർധനവ് നൽകണയല്ല. അവര് 2 പാർട്ട്നേഴ്സാണ്. പക്ഷേ സദഖ ഖുർആനിനെ സ്നേഹിക്കുന്നവരിൽ അവര് മത്സരിക്കുന്നവരാണ്. ഒരു പാർട്ണർ ഇവിടെ 5 ലക്ഷം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരോടും പറയാൻ പാടില്ല, പേരും പറയാൻ പാടില്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു മാന്യദേഹമാണത്. ഇന്നലെ പരിചയപ്പെട്ട ഇത്രയും കരുതിയില്ല. അദ്ദേഹവും ഭാര്യയും കൂടെ ഒരു ദിവസം എന്റെ കോളേജിൽ പോകുന്ന വഴി കയറിയിട്ടാണ്. കുട്ടികൾ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ എന്റെ അടുത്ത് വന്നിട്ട്, ഉസ്താദേ, ഞങ്ങൾ എന്ത് ചെയ്തു തരണോ എന്നോട്. ഞാൻ ഞങ്ങൾക്കൊരു ചെറിയ ആവശ്യമുണ്ട്, ചെറുതൊന്നുമല്ല. അദ്ദേഹം ഞാനും ഭാര്യയും കൂടെ ചെയ്തു തരും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ മക്കളെ നീ ഒരു നല്ല ഭാവിയിൽ എത്തിക്കണേ അല്ലാ. ഏറ്റവും നല്ല മക്കളാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് അഭിവൃദ്ധി നൽകണേ അല്ലാ. ആ ശരീരത്തിന് അവസാനം വരെ ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, നീ കൊടുത്ത പൊന്നു മക്കളെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാക്കണയല്ല. ഭാര്യയോടൊത്ത് സന്തോഷത്തോടെ ജീവിപ്പിക്കണയല്ല. മാതാപിതാക്കൾക്ക് ഖൈർ നൽകണേ തമ്പുരാനെ. മലപ്പുറം ജില്ലയില് പത്രത്തിലൊരു വാർത്ത കണ്ടുപത്രേ. 15 കിലോ കഞ്ചാവുമായി 17 വയസ്സുകാരി അറസ്റ്റ് ചെയ്തു പോലീസ്. വായിച്ചതാണ്. 17 വയസ്സുകാരിയുടെ കയ്യിൽ നിന്ന് 15 കിലോ കഞ്ചാവ് പിടിച്ചത്രേ. കാസർഗോഡ് വന്നപ്പോ മറ്റൊരു വാർത്ത, 17 വയസ്സുകാരി ഹാഫിളത്തായി അത്രേ. ഇതാണ് ലോകം. മക്കള് വഴിതെറ്റുന്ന ലോകം, മക്കള് സ്വർഗം നൽകുന്ന ലോകം. ഇവിടെ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഞങ്ങളുടെ മക്കളിലാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഹാഫിളാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ട് നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചത് അതിനു വേണ്ടിയാണ്. ഞങ്ങളുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. അല്ലാഹു നമ്മളെ ഖുർആന്റെ മുഹബ്ബീങ്ങളാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി ഇപ്പൊ 40 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. 25 പേര് ഇനിയും അഡ്മിഷന് കാത്തു നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ വീടിന്റെ ഉള്ളില് സൗകര്യങ്ങളില്ല. ഇത് പരമാവധി വിശാലമാക്കണം. നിങ്ങൾ ഇപ്പൊ 1 ലക്ഷം തന്നാൽ നാളെ 10 കുട്ടികളെ ഹാഫിളത്താകുമ്പോ നിങ്ങൾ ചെയ്ത കൃഷിയുടെ ഫലം കൊയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്ര പണം ഉണ്ടെങ്കിലും 20,000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് ജയലളിത വഫാത്തായത്. എത്ര കോടി ഒന്ന് പറയും നിങ്ങള്. 20,000 കോടി ബാക്കി വെച്ചിട്ടാണ് ജയലളിത മണ്ണിന്റെ അടിയിലേക്ക് പോയത്. ആ 20,000 കോടിയുടെ പേരിൽ ഇപ്പൊ 3 കൊലപാതകം കഴിഞ്ഞു. ആ 20,000 കോടിയുടെ അവകാശി ആരെന്നറിയാൻ ഇപ്പൊ 3 കൊലപാതകം കഴിഞ്ഞു. എന്റെ പൊന്നു സഹോദരങ്ങളെ, പക്ഷേ നിങ്ങളൊന്ന് പോകണം. നമ്മുടെ വീട് ഏറ്റവും വലിയ വീടാണ്. നമുക്കൊരു വാഹനമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം അതും കൂടി ഉണ്ടാവും. നല്ല വീടുണ്ടാവട്ടെ, നല്ല വാഹനം ഉണ്ടാകട്ടെ, നല്ല സൗകര്യം ഉണ്ടാവട്ടെ. അതോടൊപ്പം അതിനുവേണ്ടി ചെലവഴിച്ചതിന് 100% എന്റെ മഹലിൽ, എന്റെ നാട്ടിൽ എന്റെ പെമ്മക്കളെ പഠിപ്പിക്കാൻ, എന്റെ ആമക്കളെ പഠിപ്പിക്കാൻ നമ്മളൊരംശം അതിനു വേണ്ടി ചെലവഴിക്കണം. അതൊരിക്കലും കുറഞ്ഞു പോവില്ല. അള്ളാഹു അതിന് 100 വഴികൾ അള്ളാഹു തുറന്നു തരും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 40 പേര് ഇപ്പൊ പഠിക്കുന്നുണ്ട്, 25 പേര് അഡ്മിഷന് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ
അപ്പൊ സ്ഥലം വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കുകയും. നാലാമത്തെ ആളാരായിരുന്നു? 1 ലക്ഷം പറയാ. 1 ലക്ഷം ചോദിച്ചവർ 5 ലക്ഷം പറഞ്ഞു. അൽഹംദുലില്ലാഹ്. നാലാമത്തെ ആൾ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. നാലാമത്തെ ആൾ 1 ലക്ഷം രൂപയാണ്. നാലാമത്തെ ആൾ നമ്മൾ വാഗ്ദാനം ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറൊരു സഹോദരി ഒരു സ്വർണ്ണവള നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ സഹോദരിയുടെ പ്രിയപ്പെട്ട മക്കള് നീ ഏറ്റവും നല്ല മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. ഹാഫിളത്തുകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ ഉമ്മാക്ക് കൺകുളിർമയേകുന്ന ഉമ്മാന്റെ കൈപിടിച്ച് സ്വർഗത്തിലെത്തുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ സ്വർണ്ണവളക്ക് പകരം യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുആ വലിബാസുഹും ഫീഹാ ഹരീർ. നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണപ്പെട്ടു വസ്ത്രം സ്വർണ്ണവളകൾ നീ അണിയിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഈ 2 വളകള് നട്ടമാവില്ല പെങ്ങള്. ഇതുപോലെ എത്ര വളകൾ സ്വർഗത്തിൽ തിളങ്ങാൻ തരും നിങ്ങൾ. ഈ ഹിഫ്ളുൽ ഖുർആനിന് വേണ്ടി ഇത് പെൺമക്കൾക്കുള്ള സ്ഥാപനമാണ്. ജീവിതത്തിൽ റബ്ബിനോട് അഭിമാനത്തോടെ പറയാം, റബ്ബേ എന്റെ കയ്യിൽ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും എന്റെ കയ്യിലുള്ളത് നിന്റെ ദീനിന് വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പേര് പറയാത്ത ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം റബ്ബേ എല്ലാവിധ ഐശ്വര്യവും നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ പൊന്നുമക്കള് നീ നല്ല രീതിയിൽ വളർത്തി കൊടുക്കണേ തമ്പുരാനെ. ആരാ പറയാ 1 ലക്ഷം രൂപ? നാലാമത്തെ ആൾ ഖുലഫാഉർ റാഷിദീങ്ങൾ 4 പേരാണ്. പെട്ടെന്ന് വിളിക്കാൻ സമയം തീരാൻ പോണേ. ഞാൻ 2-3 വാദം കൂടെ പറഞ്ഞിട്ട് വേണം തിരിയാൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും പങ്കാകണം ഇതിനകത്ത്. ആരും ഇതിന് ഒഴിഞ്ഞു മാറി നിൽക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ ഖുർആന്റെ അലയൊലികൾ ഒഴുകണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. ഞാൻ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മാസ്മരികതയാണ്. അതിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നാൽ നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കും. അത്രയേറെ വലിയ നന്മകളുടെ പ്രഘോഷണമാണ് ഖുർആൻ. പക്ഷേ നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു ഖുർആനിക വിപ്ലവം ഉണ്ടായാൽ ആ വിപ്ലവത്തിലൂടെ ഒരു തലമുറയെ മാറ്റാൻ കഴിയും. വേറൊന്നിനും കഴിയില്ല. നമ്മുടെ വീട്, നമ്മുടെ നാടുകളിൽ ഉണ്ടാകുന്ന ആത്മീയ കലാലയങ്ങളും ആത്മീയ പഠനങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ആധാരശില. അല്ല നമ്മളെല്ലാവരും വഴിതെറ്റിപ്പോയി അവിടെ 15 കിലോ കഞ്ചാവുമായിട്ടാണ് 17 വയസ്സുകാരെ അറസ്റ്റ് ചെയ്തത്. ഞാനിന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, അറസ്റ്റ് SI ആയി. അപ്പൊ പറയാൻ ആ പെണ്ണിനെയും ആ പെണ്ണിന്റെ അനിയനെയും വാപ്പയാണ് സാധനം കൊടുത്ത് വിൽക്കാൻ പറയുന്നത്. നല്ല കുട്ടി, നല്ല സൗന്ദര്യമുള്ള കുട്ടി, നല്ല സമർത്ഥമായ കുട്ടി. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഇടയിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിനൊരു വലിയ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നു, മദ്യപാന മാഫിയ പിടിമുറുക്കുന്നു, അശ്ലീലതകൾ ശ്ലീലങ്ങളായി കണക്കാക്കപ്പെടുന്നു, സോഷ്യൽ മീഡിയകൾ നമ്മുടെ ഇടയിൽ വല്ലാതെ നമ്മുടെ കുട്ടികളെ തളർത്തുന്നു. ഇവരൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മളൊരു ഖുർആനിന്റെ സംസ്കാരത്തിലേക്ക് മാറണം. നമ്മുടെ നാട്ടിൽ ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കളെ നമുക്ക് അങ്ങോട്ടാക്കാം. ഹിഫ്ള് മാത്രമല്ല, വൈകുന്നേരം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്ന, അവർക്ക് ഖുർആനിന്റെ ശീലുകൾ പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് ഖുർആനിന്റെ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഖുർആനിക സമുച്ചയം ഉണ്ടായാൽ പെൺകുട്ടികൾക്ക് മാത്രമല്ല, അവിടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഖുർആൻ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. നമ്മുടെ പുതിയ തലമുറക്ക് ഉണ്ടാകണം. നമ്മുടെ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ നാടുകൾ നന്നാവുക. കാരണം ലോകത്തിൽ ആരും നന്നാവില്ല എന്ന് പറഞ്ഞ ഉമറിനെ നന്നാക്കിയത് ഈ ഖുർആനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിച്ച മാതാപിതാക്കളുടെ പേരിൽ 1 ലക്ഷം രൂപ PA റഹ്മാൻ ഹാജി, DMIC സെക്രട്ടറി, ദാറുൽ മആരിഫ് ഇസ്ലാമിക് സെന്റർ, അതാണ് DMIC അതിന്റെ സെക്രട്ടറി PA റഹ്മാൻ ഹാജി. ഇതാണ് സെക്രട്ടറി.
സെക്രട്ടറി ആദ്യം കൊടുത്തു, ഇനി ട്രഷറർ, ഖജാൻജി, ബാക്കി എല്ലാവരും കൊടുക്കും. പ്രസിഡന്റ്, മെമ്പർമാര്, രക്ഷാധികാരികള്, അങ്ങനെ വേണം കൊടുക്കാൻ. അപ്പൊ പിന്നെ നാട്ടുകാരും അൽഹംദുലില്ലാഹ് സഹായിക്കും. ഈ 4 വർഷം ഇതിനെ താങ്ങി നിർത്തിയത് ഇവര് തന്നെയാണ്, DMICയുടെ പ്രവർത്തകർ തന്നെയാണ് ഇതിനെ 4 വർഷം. പക്ഷേ ഇതൊരു സ്ഥിരമായ ഒരു കെട്ടിടമാണ്. അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾ സ്ഥിരമായ ഒരു ഒന്നിൽ പങ്കാളികളാവുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 1 ലക്ഷം സെക്രട്ടറിയാണ് എന്ന് പി എ റഹ്മാൻ ആദി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യവും കൂടെ പറഞ്ഞ് 11 മണി എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി കൂടെ കൂടുതൽ എടുക്കാം. ഞാൻ മെട്രോ ആദ്യം എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന തള്ളിക്കളയാൻ പോലെ, അദ്ദേഹം വെള്ളിക്കോത്തും കൂടെ ഇരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത് അല്ലേ. എന്നോട് പറഞ്ഞു, ഉസ്താദെ നേരത്തെ ഒഴിവാക്കി തരാം, 7:30 മണിക്ക് തുടങ്ങുമെന്നാ പറഞ്ഞു. പക്ഷെ ചില സാങ്കേതിക തടസ്സങ്ങൾ, ഇവിടെ അടുത്തെവിടെയോ ദുആ സമ്മേളനമൊക്കെ ഉണ്ടാകും, മക്കാമിൽ ദുആ ഉള്ളത് കൊണ്ടാണ് താമസിച്ചു പോയത്. പരിഭവങ്ങളൊന്നുമില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് പരമാവധി ഞാൻ നിങ്ങളോട് സഹകരിക്കാൻ. നിങ്ങൾക്കറിയാം ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഓടി എത്തണമെങ്കിൽ എന്ത് പാട്ട് പാടേണ്ടി വരും. അതാ മുനീർ സാഹിബ് ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാന്ന് വിചാരിച്ചപ്പോ അതൊട്ട് നടന്നില്ല. അത് വന്നിരുന്നെങ്കിൽ വാതിനെങ്കിലും നേരത്തെ എത്തായിരുന്നു. അതെല്ലാം കൂടെ മുടക്കി അതും പോയി ഹലാക്ക്. നമ്മുടെ നാട് അങ്ങനെയാണ്, നല്ലതിനൊന്ന് സ്വീകരിക്കും, പരമാവധി മുടക്കാൻ നമ്മൾ നോക്കും. നമ്മൾ വലിയ പുരോഗമനവാദികളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് ഏറ്റവും നല്ല ഒരു ഡെപ്പോസിറ്റ് ആണ് ഖുർആൻ. അള്ളാഹു റഹ്മാനാജിയുടെ സദഖയെ സ്വീകരിക്കട്ടെ. വാപ്പ മരിച്ച വാപ്പാക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് ആരാ? മരിച്ച മാതാപിതാക്കളുടെ മേലാണ് റഹ്മാനാജി എന്നത്. വളർത്തി വലുതാക്കി ഇതുവരെ എത്തി വാപ്പാക്കും മാക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനം ഏതാ? നമ്മുടെ സമ്മാനം വാപ്പാനെ കൊണ്ട് കബറടക്കിയിട്ട് നല്ല രാജസ്ഥാൻ മാർബിളിലും ഗ്രാനൈറ്റിലും കൊത്തിവെച്ച വാപ്പാടെ ഒരു മീസാങ്കല്ല്. അത് നല്ല മനോഹരമായൊരു മീസാങ്കല്ല് കൊണ്ടുപോയി വെക്കുക. ഇപ്പൊ മീസാങ്കല്ലില് പുതിയ പരീക്ഷണം വരികയാണ്. അത്ര LED ബൾബ് വെക്കാൻ പറ്റുമെന്ന് നോക്കാൻ ആള്. മീസാങ്കല്ലില് പാതിരാത്രി ആണേലും വാപ്പാടെ അക്ഷരമൊക്കെ തെളിഞ്ഞാണേലും ഇപ്പൊ മീസാങ്കല്ലിൽ LED വെക്കാൻ പറ്റുമെന്ന് ചൈനയിൽ പോയി നോക്കണം. അതൊന്നും അല്ല സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ വാപ്പാക്കുമ്മാക്കും മരിച്ചാലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത്, നമുക്ക് ഒരു യാസീൻ ഓതാൻ ചിലപ്പോ സമയം കിട്ടൂല, പക്ഷെ ഈ ഹാഫിദ് ഇങ്ങനെ നിരന്തരമായി ഓതുമ്പോ വാപ്പായുമായി സന്തോഷിക്കും, ഉറപ്പാണ്. അള്ളാഹു ആ രീതിയിൽ അതിനെ കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ആ മകൻ ചെയ്ത സദഖ ഓത്ത ഖബറിൽ നിന്ന് സന്തോഷിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, പെടുത്തണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി എല്ലാവരും കഴിയുന്നത് പോലെ 50,000, 25,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവരും ഒരുമിച്ച് പറയുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഖുർആൻ ഇവിടെ ഉണ്ടായേ പറ്റൂ. കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ആ പരിവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനവും ഖുർആനാണ്. ഞാൻ ഈ 1.5 മണിക്കൂർ കൊണ്ട് വളരെ വിശാലമായൊരു വിഷയത്തെ ചുരുക്കി പറഞ്ഞു. ബഹുമാനപ്പെട്ട MK ഹബീബ് കോട്ടപ്പുറം 10,000 രൂപ ഓൺലൈൻ വഴി, എന്റെ സുഹൃത്താണ് കുവൈറ്റിലൻ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹബീബ് നമ്മുടെ സ്ഥാപനങ്ങളുമായി ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സദഖകളെ നീ കബൂലാക്കണേ അല്ലാ. അറിയുമല്ലോ സഹോദരങ്ങളെ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മദീനയിലെ ചന്തയിലൂടെ നടന്നു പോകവേ അബൂ ലുഅ്ലുഅത്തുൽ മജൂസി കണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബൂ ലുഅ്ലുഅ, നീ ഒരു വലിയ പ്രസിദ്ധമായ ആസകല്ല് ഉണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടല്ലോ. ആസകല്ല് നിർമ്മാണക്കാരനാണ് അബൂ ലുഅ്ലുഅ. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു ആസകല്ല് നീ ഉണ്ടാക്കിയെന്ന് ദീപ് പറയുന്നത് കേട്ടല്ലോ. അബൂ ലുഅ്ലുഅ
ഉമർ റളിയല്ലാഹു അൻഹു എന്ന മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു അത്ര അതേ ഉമറേ, അതിനേക്കാൾ പ്രസിദ്ധമായ രാസകല്ല് നിനക്ക് വേണ്ടി ഞാൻ നിർമ്മിച്ചു തരുന്നുണ്ട്. ഈ യതകല്ലമു ബിഹൽ മശ്രിഖു വൽ മഗ്രിബു, ആസകല്ലിനെ കുറിച്ച് കിഴക്കും പടിഞ്ഞാറും സംസാരിക്കും. അബൂ ലുഅ്ലുഅ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടുകാരോട് പറഞ്ഞു അത്രേ, ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ കൊല്ലുമെന്ന് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധഭീഷണി നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെയാണ് മരിക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിന് സഹാബത്തിനോട് പറഞ്ഞത്, സഹാബാ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കോഴി വന്ന് എന്റെ ശരീരത്തിൽ 3 പ്രാവശ്യം കൊത്തുകയാണ്. ഒന്ന് കഴുത്തിനതാണ്, മറ്റൊന്ന് പൊക്കളിന്റെ മുകളില്, ഒന്ന് അടിവയറിന്റെതാണ്. ഒരു കോഴി എന്നെ തുടർച്ചയായി 3 പ്രാവശ്യം കൊത്തുന്നു സഹാബാ. എന്റെ മരണം അടുത്തു സഹാബാ. സഹോദരങ്ങളെ, ഇതിന്റെ പിറ്റേ ദിവസമാണ് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് നിസ്കാരത്തിന് വന്നത്. കാത്തിരുന്ന നേരത്തെ ആസകല്ല് നിർമ്മാണക്കാരനായ അബൂ ലുഅ്ലുഅ ഇരുതര മൂർച്ചയുള്ള കത്തിയുമായി ചാടി വീണത്. ആ കത്തിയിൽ വിഷം പുരട്ടിയിട്ടുണ്ടായിരുന്നു. കുത്തിന്റെ ആഴം കൊണ്ട് മുറിഞ്ഞില്ലെങ്കിൽ രക്തത്തിലൂടെ വിഷം വന്ന് മരിച്ചു വീഴാൻ ഇരുതര മൂർച്ചയുള്ള കത്തിയുമായി ചാടി വീണു. നിസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ കൈകെട്ടിയ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിന്റെ തൊട്ടുതാഴെ ആഞ്ഞുകുത്തി അബൂ ലുഅ്ലുഅ പിച്ചാത്തി പിടി കുത്തി ഇറക്കി വലിച്ചൂരിയിട്ടും മറുഭാഗം കൊണ്ട് പൊക്കളിന്റെ മുകളിൽ കുത്തി. അവിടെ നിന്ന് കുടൽമാല വെളിയിൽ ചാടി. അവിടെ നിന്ന് വലിച്ചൂരിയിട്ട് മറുഭാഗം കൊണ്ട് അടിവയറിലും ആഞ്ഞുകുത്തി. 3 കുത്തുകളേറ്റ് രക്തം തടം തല്ലിയാ തൊടുമാല വെളിയിലോട്ട് ചാടി. ഉമർ റളിയല്ലാഹു തആല മിഹ്റാബിലേക്ക് തടന്നു വീഴുമ്പോൾ സൂറത്തുൽ അഹ്സാബിന്റെ ഒരായത്തോട് വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ നടപ്പാകുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പാകുമല്ലോ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഉമർ റളിയല്ലാഹു തആല മറിഞ്ഞു വീണത്. നിസ്കാരം പൂർത്തിയാക്കണ്ടേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല കയറി നിന്നു. 2-ാമത്തെ റക്അത്തിൽ നിസ്കാരം പൂർത്തിയാക്കി. അപ്പോൾ ഷഹീദുൽ മിഹ്റാബ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് താഴെ വീണ് കിടക്കുകയാണ്. ചാടിയ ആളുകളെല്ലാവരും എടുത്തു വെക്കുമ്പോ താഴെ കിടക്കുന്ന പിടിമണ്ണെടുത്ത് കയ്യിൽ വെച്ചിട്ട്, അല്ലാഹുവേ, ഈ ആലയത്തനീ കുന്തു ഹാദിഹി തിബ്നാ, ഞാൻ ഇതുപോലെ ഒരു മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഒരുപറ്റം ചെറുപ്പക്കാരുടെ തുടക്കത്തിൽ നിന്ന് ആയിഷത്തു സിദ്ദീഖ ഹിഫ്ളുൽ ഖുർആൻ ഈ ഒരു വളർച്ചയുടെ വികാസം പ്രാപിച്ചു നിൽക്കുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ ഇറങ്ങണോ, ഇവിടുത്തെ പെണ്ണിനെ മുഅ്മിനത്താക്കണോ. ഉമർ എന്ന് പറയുന്ന കാട്ടാളന്റെ ഹൃദയത്തിലേക്ക് അടിഞ്ഞിറങ്ങിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ പാഴാവില്ല സഹോദരങ്ങളെ. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആരാവണം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഖാദിമീങ്ങളാവണം, വിശുദ്ധ ഖുർആന്റെ മുഹിബ്ബീങ്ങളാവണം. ഈ ഖുർആൻ ആയിഷത്തു സിദ്ദീഖ എന്ന ഹിഫ്ളുൽ ഖുർആനെ നിങ്ങൾ ഏറ്റെടുക്കണം. അതിന്റെ പ്രതിഫലം എന്താണ്? അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ചിലപ്പോൾ നമ്മുടെ മക്കൾ നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്തേക്കാം, ചെയ്യാതിരിക്കാം. പക്ഷേ ഇവര് ദുആ ചെയ്യാൻ മറക്കില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് പ്രഭാഷണം കഴിഞ്ഞ്, ന്യൂ ഇയർ പ്രഭാഷണം കഴിഞ്ഞു. 31-ാം തീയതി നേരെ പട്ടാമ്പിയിലാണ്, ദീർഘയാത്രയാണ്. അതിനുവേണ്ടി ഞാൻ ശംഖുമുഖം പ്രഭാഷണം കഴിഞ്ഞ് നേരെ ഒറ്റപ്പാലത്ത് കോളേജിലേക്ക് വന്നു. കാറിൽ കിടന്ന് നല്ല ഉറക്കമാണ്, ഉറക്കം കാറിലാണ്. കോളേജിന്റെ മുറ്റത്തെത്തിയപ്പോ ഡ്രൈവർ വന്ന് തട്ടി എഴുന്നേൽപ്പിച്ചു. ചാടി എഴുന്നേക്കും അല്ലാഹുവേ, പരിസരത്ത് കേൾക്കുന്നത് ഖുർആനിന്റെ പാരായണവും ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നിൽക്കുകയാണ്.
അമ്പരപ്പോടെ ചാടി എഴുന്നേൽക്കുമ്പോ കാണുന്നത് ഒറ്റപ്പാലത്ത് ഈ വിനീതന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 13 വയസ്സ് തികയാത്ത കുഞ്ഞുമക്കൾ അവരെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആയിലാണ്. നോക്കുമ്പോ അവരെ തഹജ്ജുദ് നിസ്കാരത്തിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. നിസ്കാരം കഴിഞ്ഞ പാടെ ഞാൻ മെല്ലെ എഴുന്നേറ്റിട്ട് ആ തൂണിന്റെ പുറകുഭാഗത്ത് പോയി നിന്നു. എന്നെ കണ്ടാൽ കുഞ്ഞുങ്ങൾ ഓടി വരും, മുസാബഹത്ത് ചെയ്യാൻ അവരെ തടസ്സപ്പെടുത്തണ്ട. ആ ഫില്ലറിന്റെ പുറകിൽ പോയി ഉറക്കച്ചടവിൽ ഇങ്ങനെ നിൽക്കുമ്പോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അവര് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ നാട് മുഴുവൻ ഓടി നടന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഞങ്ങളുടെ ബാക്കവി ഉസ്താദിനെ കാത്തോളണേ അല്ലാഹുവേ. അദ്ദേഹത്തിന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദന്മാരെ കാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ സഹകരിക്കുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്ന് സഹോദരങ്ങളെ, ഞാനോത്ത് പടച്ചവനെ വാച്ചിൽ നോക്കുമ്പോ 4:30 മണി. എന്റെ ഭാര്യയും മക്കളും എന്റെ വീട്ടില് കൊല്ലത്തെ വീട്ടില് ഉറക്കത്തിലാണ്. ആ സമയത്തും ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന എന്റെ പൊന്നുമക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ടൊക്കെയാണ് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുന്നത്. ആയിഷത്തു സിദ്ദീഖയിലെ കുട്ടികൾ തഹജ്ജുദിന് എഴുന്നേൽക്കട്ടെ, അവര് നമുക്ക് വേണ്ടി ദുആ ചെയ്യട്ടെ. ആ ദുആയിലുപ്പങ്ങളെ നമ്മളും പെടട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ഒരു വലിയ ആവശ്യവുമായിട്ട് ഈ ബക്കറ്റുമായി സംഘാടകർ നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒരു നല്ല സദക്ക നൽകണം ഇൻഷാ അല്ലാഹ്. അവസാനം കാര്യമായി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ബക്കറ്റുമായിട്ട് സംഘാടകർ വരും. അതേപോലെ ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി സ്ഥാപനത്തിന് വേണ്ടി ഒരു 50,000 എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയണത് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. 50,000 ഉസ്താദേ എനിക്ക് 1 ലക്ഷം കഴിയില്ല, 50,000 അല്ല 25,000 ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാരാ. സന്തോഷത്തോടെ പറയാം. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.